എന്തൊരു പ്രണയമാണ് ഹസ്സാൻ തങ്ങൾ പറഞ്ഞത്, എത്ര പ്രേമമാണ് ഹസ്സാൻ തങ്ങൾ ചുരത്തിയത്. ഇങ്ങനല്ലേ സ്വഹാബിമാര് മുഴുവൻ. ജംഹറത്തു അശ്ആരിൽ അറബ് നോക്കൂ, ദീവാനു അബീബക്കർ സിദ്ദീഖ് നോക്കൂ, ദീവാനു ഉമർ ഇബ്നുൽ ഖത്താബ് നോക്കൂ, ദീവാനു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നോക്കൂ, ദീവാനു അലി ഇബ്നു അബി ത്വാലിബ് നോക്കൂ, ദീവാനു ഹസ്സാൻ നോക്കൂ. എല്ലാത്തിലും പ്രണയത്തിന്റെ ഗാഥകളാണ്, പ്രേമത്തിന്റെ കവിതകളാണ്, അനുരാഗത്തിന്റെ ആത്മാവിഷ്കാരങ്ങളാണ്. അവിടെയെല്ലാം ഹബീബ് തന്നെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാ പെങ്ങളെ, കൂട്ടുകാരാ, ചെറുപ്പക്കാരാ, നമ്മുടെ കൽബ് പോകേണ്ടതെവിടേക്കാണ്? അൽ-ഈമാനു യഅ്രിദു ഇലൽ മദീന കമാ തഅ്രിദുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പതിന്റെ മടയിലേക്ക് മടങ്ങും പോലെ ഈമാനുള്ളവൻ മടങ്ങേണ്ട വീട് മദീനയാണോ? ത്വയ്ബാക്ക് ത്വയ്ബാപ്പെ ലാഖോ സലാം, ത്വയ്ബാക്ക് സർവ്വപ്പെ ലാഖോ സലാം. മദീന എങ്ങനെയാണ്? അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, മദീന ഞങ്ങൾക്ക് പ്രേമമുള്ളതാക്കണേ. കമാ ഹബ്ബബ്ത ഇലൈനാ മക്ക, മക്കയെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കിയതുപോലെ. ഔ അശദ്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രിയം ഞങ്ങൾക്ക് മദീനയോട് തരണേ. ബുഖാരിയിൽ നോക്കൂ, സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അധ്യായത്തിൽ കാണാം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു കിഴവിയതാ, മദീനത്ത് രോഗബാധിതയായ കിഴവി നടന്ന് 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 ജുഹഫയിലേക്ക് പോയതായി സ്വപ്നം കണ്ടു. അതിനെ വ്യാഖ്യാനിച്ചു നബി തങ്ങൾ, ദാഉൽ മദീന നുഖില ദാഉൽ മദീനതി ഇലൽ ജുഹഫ. മദീനയിലുള്ള മാറാവ്യാധികളെ മുഴുവനും മദീനയിൽ നിന്ന് ഔട്ടാക്കിയിട്ട് ജുഹഫയിലേക്ക് തട്ടിക്കളഞ്ഞു. മദീനയിൽ അത്തരം വൃത്തികെട്ട രോഗങ്ങളില്ല. കാരണം യസിരിബെന്ന് പറയല്ലേ, ഇത് ത്വയ്ബയാണ്, ത്വാബയാണ്, മദീനയാണ്, പ്രശോഭിതമാണ്, സുമോഹനമാണ്. അവിടുന്ന് മനോഹരമായ സുഗന്ധം വമിക്കുന്ന നാടാണ് മദീന. അല്ലയോ ചന്ദ്രനെ, നീ എന്തിനാണ് മേളിൽ പോയി മദീനയിൽ നിൽക്കുന്നത്? ഹബീബല്ലേ താഴെ കിടക്കുന്നത്, പിന്നെന്തേ നീ മേലേങ്ങ് പോയി നിൽക്കുന്നത്? അപ്പോ ചന്ദ്രൻ പറയുന്നു, മറ്റൊന്നുമല്ല, എന്റെ ഹബീബിന്റെ കളിപ്പാട്ടമാണു ഞാൻ. കാരണം ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തൊട്ടിലിൽ കിടന്നാടുന്ന നേരത്ത് മേലെ ചന്ദ്രൻ കിടന്ന് അടിക്കളിക്കുന്നു. ആ ബനൂ സഅദ് ഗോത്രക്കാര് വന്നു നോക്കി, എന്തേ ചന്ദ്രൻ ഇങ്ങനെ അടിക്കളിക്കുന്നത് ഇവിടെ മേലെ? അപ്പോഴാണ് ഷൈമാഇന്റെ കൈ മുസ്തഫായുടെ തൊട്ടിലാട്ടുകയാണ്. അന്ന് കുഞ്ഞിളം പൈതലാണ് മുഹമ്മദ് മുസ്തഫ. الله يستسقى الغمام لوجهه ثمال اليتامى عصمة للأرامل. മുഖം കാണുമ്പോഴറിയാം മേഘത്തിന് പെയ്തിറങ്ങണമെന്ന്, അവിടുത്തെ മേനി കാണുമ്പോഴറിയാം സൂര്യന് ചൂട് തട്ടിക്കൂടാന്ന്. ഉടനെ മേഘം വന്ന് തണലിടുകയാണ്. കാണുമ്പോഴറിയാം ചന്ദ്രന് എന്നെ തോൽപ്പിക്കുന്ന പ്രകാശമാണ് ഹബീബിന്റെ മുഖത്തുള്ളതെന്ന്. അപ്പോഴല്ലേ ചന്ദ്രൻ പറഞ്ഞത്, മേ ഹുസൂർ കി ഖിലൗനാഹോ, ഞാൻ റസൂലുള്ളാഹിന്റെ കളിപ്പാട്ടമാണ്. അപ്പോൾ ബലൂൺ കളിപ്പാട്ടമായി ആടിക്കളിക്കണമെങ്കിൽ മേലെ കിടക്കണം. അങ്ങനെയാണ് ഞാൻ മേലെ വരുന്നത്. അപ്പോഴും എനിക്കൊരു നാണമുണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ മേലെയല്ലേന്ന്. ഉടനെ ഞാൻ താഴേക്കിറങ്ങും. കല്ലുറുജൂനിൽ ഖദീം, ഒരു നാരുപോലെ നേർത്തുപോകുന്നത് ഹബീബിനോടുള്ള ആദരവാണ്. പ്രാപഞ്ചിക
സ്ത്രീകലനത്തിന്റെ ശകലങ്ങളാകമാനം പ്രണയം കൊണ്ട് ചുംബനം കൊടുത്ത അനുരാഗത്തിന്റെ രാജാവാണ് മദീനയിലെ നേതാവ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കൽബിൽ നിന്ന് പ്രഭവിക്കുന്ന പ്രണയമേ മദീനയിലേക്ക് സലാം. ഉള്ളിൽ നിന്ന് നിർഗളിക്കുന്ന അനുരാഗമേ മദീനയിലേക്ക് സലാം. കൽബിൽ നിന്ന് ജ്വലിക്കുന്ന പ്രണയത്തിന്റെ ചുംബനങ്ങളെ മദീനയിലേക്ക് സലാം. എന്റെ ജീവൻ ഫിദാ, എന്റെതെല്ലാം ഫിദാ, വറൂഹി ഫിദാ ലിറസൂലില്ലാഹ്. റസൂലുള്ളാഹിക്ക് ദണ്ഡമാണ് എന്റെ ജീവിതമെന്ന് പറഞ്ഞ ജഅഫറു തയ്യാറിനെ അറിയില്ലയോ? ഹബീബാണ് എന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ മുആദ് ബിൻ ജബലിനെ അറിയില്ലയോ? ഹബീബാണ് എന്റെ വികാരമെന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ റവാഹയെ അറിയില്ലയോ? എനിക്കെല്ലാം എല്ലാം മുസ്തഫയാണെന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ അറിയില്ലയോ? എനിക്ക് പറയാനറിയില്ല, ആരോഗ്യമില്ല, ഭാഷയില്ല, ഭാവനയില്ല, വിവരമില്ല, വിജ്ഞാനമില്ല. मैं झूम रहा हूँ मदीने की गली में झूम रहा हूँ. ഞാൻ മദീനയുടെ ഗല്ലിയിൽ ഇഴയുകയാണ്. കാരണം എന്തേ? സർപ്പറസ്തി ഹേ ഇദർ, എല്ലാം ഇവിടെയാണ്, മദീനയിലാണ്. മദീനയുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ രാജാവ് അഹ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് വിഷയങ്ങൾ പറയണമെന്നുണ്ട്. നീട്ടിപ്പറയാൻ ആരോഗ്യമുള്ളവനല്ല, ഒന്നും പറയാൻ വിവരമില്ല. മദീനയുടെ മുമ്പിലെല്ലാവരും ആയുധം വെച്ച് കീഴടങ്ങിയവരാണ്. ഉമറുൽ ഖാലി തങ്ങൾ പറഞ്ഞില്ലേ, ഇത് ജിഅ്തു തൈബത റൗമ സൗറത ഖബരിഹി യുമീതു മദ്ഹു